ദൈവതിരുനാമത്തിന് മഹത്വം. പ്രിയ ദൈവജനമേ, 21-ാം നൂറ്റാണ്ടിൽ ജാതി മതഭേദമന്യേ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മദ്യവും മയക്കുമരുന്നും ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും വഴിവിട്ട കൂട്ടുകെട്ടുകളും. ഇതിന്റെയൊക്കെയും മോഹാവലയത്തിലകപ്പെട്ട് ക്രിസ്തുവിൽ നിന്നും അകന്നുപോയ വിശ്വാസ കുടുംബങ്ങളിലെ 2 യുവജനങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇതാ MGM ഫിലദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലിയിലെ സാറാസ് മിഷൻ ഇവിടെ വിനയപുരസ്പരം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഇതിൽ അവതരിപ്പിക്കുന്ന കഥയുമായോ കഥാപാത്രങ്ങളുമായോ ആർക്കെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഇതാരും പേഴ്സണലായി എടുക്കരുത് എന്ന് താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്കിറ്റ് ഇതാ ഇവിടെ ആരംഭിക്കുന്നു. മണി 6 ആയില്ലേ? പ്രഭാത പ്രാർത്ഥനയ്ക്ക് സമയമായല്ലോ. കുട്ടികളെ വിളിച്ചുകൊണ്ട് വാ. മക്കളെ, അപ്പച്ചൻ വിളിക്കുന്നത് കേട്ടില്ലേ? ഞങ്ങളന്ന് കിച്ചണിൽ ഭയങ്കര തിരക്കിലായിരുന്നു. ഇന്നല്ലേ നമ്മുടെ അവറാച്ചായനും കുടുംബവും വരുന്നത്. അതിന്റെ കുറച്ച് പണിയുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആന്റെ മോൻ എന്തിയേ? അവനെയും കൂടെ വിളിച്ചോണ്ട് വാ. ഞാൻ അവനെ വിളിച്ചായിരുന്നു. അവൻ എന്നോട് കിടന്ന് ഭയങ്കര ദേഷ്യപ്പെടുവാ. ഇന്ന് രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ട് അവൻ കിടന്നത്. ജോസ്മാനുമായിട്ട് വീഡിയോ ഗെയിം കളിച്ചോണ്ട് കിടക്കുമായിരുന്നു. അവൻ ഒത്തിരി ലേറ്റ് ആയിട്ട് എന്നോട് ഒത്തിരി വഴക്കിട്ട്. ഞാനും അവനെ വിളിച്ചായിരുന്നു അപ്പച്ച. അവൻ വരുന്ന എഴുന്നേക്കുന്ന ലക്ഷണമൊന്നുമില്ല. സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എഴുന്നേക്കുവാണ്. എനിക്ക് ജോലിക്ക് പോകാൻ നേരമായി. നിങ്ങൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്തൊരു കഷ്ടമായത്. ഇവിടെ ഒറ്റയൊന്നും കാണത്തില്ല. എന്നെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലായിരുന്നു നേരത്തെ. എല്ലാ കാര്യത്തിലും ഞാൻ ലേറ്റ് പോയി. എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നും വേല. എന്തൊരു കഷ്ടമായത്. എന്താടാ? എന്താ എന്റെ മോനെ? എന്തിനാ നീ രാവിലെ തന്നെ നീ കിടന്ന് വിളിച്ചു പോകുന്നത്? എങ്ങനെ ബഹളം വെക്കാതിരിക്കും? നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്നെ വിളിക്കണമെന്ന്. ഇത്ര നേരം എന്നെ വിളിച്ചോ? നിങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്? എപ്പോ നോക്കിയാലും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ബൈബിൾ വായിക്കാനും മാത്രം. എപ്പോ നോക്കിയാലും ബൈബിളും കെട്ടിപ്പിടിച്ചോണ്ടെന്ന് ഇരുന്നോളൂ. മാടുത്ത് നിങ്ങളുടെ പ്രാർത്ഥന കാരണം. എടാ, രാവിലെ തന്നെ നിന്നെ വിളിച്ചതാ ഞങ്ങള്. അതെങ്ങനെയാ? പറഞ്ഞ കേക്കില്ലല്ലോ. പാതിരാത്രി വരെ ഗെയിമും കളിച്ചോണ്ടങ്ങ് കിടക്കും. എന്നിട്ട് കുറ്റം മുഴുവൻ വീട്ടിലിരിക്കുന്നവർക്കും. എന്റെ ഈ ടേബിളിൽ വെച്ചിരുന്ന കീ കാണുന്നില്ലല്ലോ. എനിക്കിപ്പോ പുറത്തു പോകാൻ ലേറ്റ് ആയില്ലേ? നീയാണോ ഈ ബൈബിളൊക്കെ തട്ടി തറയിട്ടത്? എന്റെ കീ കാണാതെ പോകുമ്പോഴാ നിങ്ങളുടെ ഒരു ബൈബിള് എപ്പൊ നോക്കിയാലും പ്രാർത്ഥന ഉപവാസം നിർത്തും. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ ഞാൻ ലേറ്റ് ആയില്ലേ പുറത്തു പോകാൻ വേണ്ടി? നിന്റെ കീ കാണുന്നില്ലെന്ന് പറഞ്ഞു നീ ദൈവവചനത്തെ നിന്ദിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ ഒരു ദൈവവചനം. ആന്റെ മോനെ, വന്ന വഴികളൊന്നും മറക്കരുത്. തുടങ്ങി ഉപദേശം. എടാ, നിന്റെ കീ കാണുന്നില്ല. നീ നിന്റെ റൂമിൽ ആദ്യം പോയി നോക്കിയേട്ടെ. ഉപകാരം ഉപദേശിച്ചതിനും കഷ്ടമോ ഇത്? രാവിലെ ഒരിടത്ത് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. എങ്ങനെ ബഹളം വെക്കാതിരിക്കുന്നത് പറ. എന്റെ കീ കാണണ്ടേ? എടാ, ഇതാ നിന്റെ കീ. നിന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്. ഇതിപ്പോ എവിടെ കിട്ടി? നിന്റെ റൂമില്. നിങ്ങളെല്ലാം കൊണ്ടേ വെച്ചതായിരിക്കും. മക്കള് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട. നിങ്ങളൊക്കെ തന്നെ കഴിച്ച് ഉണ്ടാക്കിയവരാ. എന്റെ വഴിക്ക് വിടും. മോനെ, വേണമെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വന്ന് കഴിക്കും. എടാ ആന്റോ, എത്ര നേരമായിട്ട് ഞാൻ വെളിയിൽ കാത്തു നിൽക്കുവാ. നീ എന്താ ലേറ്റ് ആയത്? നമുക്ക് പോകാം. എന്റെ ജോസെ, ഒന്നും പറയണ്ട. ഇവിടുത്തെ കാര്യം. ഇവിടെ കുറെ പ്രാർത്ഥനക്കാരും ബൈബിൾ വായനക്കാരും ഉണ്ട്. ഇവിടെ തട്ടിയിട്ട് നടക്കാൻ വരെ എപ്പോ നോക്കിയ ഉപദേശമാണ്. മാടുത്തു ഞാൻ. എടാ, അത് തന്നെ എന്റെ വീട്ടിലെയും കാര്യം. അത് തന്നെ അവസ്ഥ. അവരും പ്രാർത്ഥനയും പഠിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. വേറെ ഒരു പണിയില്ല ഇവർക്കൊന്നും. നമുക്ക് പോവാം. എന്നാ നമുക്ക് പോയേക്കാം. ഉള്ള വേഗം വാ. താഴെ ഇട്ടോ.
എന്നാലും എന്റെ അച്ചായ, എന്താ നമ്മുടെ ആൻഡോ മോൻ ഇങ്ങനെ ആയിപ്പോയേ? അവന് വേണ്ടി നമ്മൾ എത്ര ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാ. എന്നിട്ട് ആ കുഞ്ഞ് ഓരോ ദിവസം ചെല്ലുന്തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതല്ലാതെ ദൈവത്തോട് അടുക്കുന്നില്ലല്ലോ. എന്നാലും ആ ജോസ് മോൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നേ. നീ വിഷമിക്കാതെ സൂസി, നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവാകത്തില്ല. നീ നോക്കിക്കോ, നമ്മുടെ ദൈവഭയമുള്ള മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇനി പത്രം നോക്കിക്കൊണ്ടിരുന്നോ? എന്താ ഇന്നത്തെ പത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? ഓ, എന്ത് വാർത്ത! എന്നും വെട്ടും കുത്തും ജലപ്രളയവും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും. കർത്താവിന്റെ വരവ് അടുത്തെന്നാ തോന്നുന്നേ. അച്ചായ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്ത്, നമ്മുടെ ഫുട്ബോൾ കളിയുടെ ഫൈനൽ ഇന്നലെ ഏതാണ്ടല്ലായിരുന്നോ? അതിലാ ധോണിയാണോ ജയിച്ചേ? എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാ. ഫുട്ബോൾ കളിയിൽ ധോണിയോ? എന്റെ സൂസമ്മയെ കുറച്ചൊക്കെ ലോക വിവരം വേണ്ടേ? എടി, ധോണി കളിക്കുന്നത് ക്രിക്കറ്റ് അല്ലേ? ഓ, ഞാൻ ഈ ലോക വിവരം വെച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ 3 മക്കളുടെ കാര്യം ആര് നോക്കും? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? പാവ റോസ്മോൾ വല്ലപ്പോഴും വന്ന് എന്നെ ഒന്ന് സഹായിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടന്നു പോകുന്നേ. നിങ്ങൾക്ക് ഇവിടെ ഒരു TV ഓണാക്കി വെച്ച് 10-20 പേര് ഒരു പന്തിന്റെ പുറകെ ഓടുന്നത് നോക്കൊണ്ടിരുന്നാ പോരെ? വേറെ എന്തേലും അറിയണോ? എടി, ഞാൻ കളിയുള്ള ദിവസമല്ലേ അതിനു വേണ്ടി മെനക്കെടാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എന്നെ കഴിയുന്ന പോലെ നിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്റെ പൊന്നച്ചായ, സഹായത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. കിച്ചണിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം തനിയെടുത്ത് കുടിക്കത്തില്ല, എന്നിട്ടാ വലിയ സഹായം പോലും. അതൊക്കെ പോട്ടെ, ഈ അടുത്തെങ്ങാണ്ടല്ലായിരുന്നോ നിങ്ങളുടെ ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരം? എന്നിട്ട് ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഇപ്പൊ ആരും കളിക്കാനൊന്നും പോയി കാണാറില്ലല്ലോ. ഓ, എന്തൊക്കെയായിരുന്നു കുറെ നാളായിട്ട്. എന്നും വൈകുന്നേരം ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് അങ്ങ് പോകും. എന്റെ വീട്ടിൽ വന്ന് കയറുമ്പോഴോ തലവേദന, നടുവേദന, കണ്ണില് ബോള് കൊണ്ടു. പിന്നെ വീട്ടിലിരിക്കുന്നവർക്ക് ബാക്കി പണി. എന്നിട്ട് എന്തായി? ആരാ ജയിച്ചേ? ഓ, കളിയുടെ കാര്യം ഒന്നും പറയണ്ട. കളിക്കാൻ പോയവരൊക്കെ നല്ല ആവേശത്തിലായിരുന്നു. കളി കാണാൻ വന്നവർ അതിലേറെ ആവേശമായിരുന്നു. അല്ല, നിനക്കെന്താ ഇത്രയും ഇത്ര ഇൻട്രസ്റ്റ്? ഇത്രയും നാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ കളി തോറ്റല്ലേ? അത് പറ. എന്റെ പൊന്നച്ചായ, എന്തൊക്കെയായിരുന്നു ഒരേപോലുള്ള ഡ്രസ്സും അതും ചർച്ചിന്റെ പേരും വെച്ചിട്ടുള്ളത്. കൊറേ പൊട്ടയും ബിരിയാണിയും കഴിച്ചത് മിച്ചം. വണ്ടിയുടെ ഡിക്കിയിൽ വരല്ലായിരുന്നു ഫുഡിന്റെ മേളം. കൊള്ളാം, ഏതായാലും കളി തോറ്റല്ലോ. എന്റെ പൊന്നച്ചായ, നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും വിചാരം ഉണ്ടായിരുന്നോ? എന്തായാലും നിങ്ങൾ ആ ജോസഫ് അച്ചായനെ കണ്ടു പഠിക്കണം കേട്ടോ. ആ പാവൻ ജോസഫ് അച്ചായനാ ഞങ്ങളെ ആ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ സഹായിച്ചുകൊണ്ടിരുന്നേ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ കിട്ടിയാ പുള്ളി അങ്ങ് ഹാപ്പിയാ. എടി മോളെ, ഒരു കപ്പ് വെള്ളം കൊണ്ടുപോവാ. എന്നാ അപ്പച്ചാ വെള്ളം? അല്ല, ചർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മുടെ ചർച്ചിലെ ആ ജോണിക്കുട്ടിച്ചാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? കഴിഞ്ഞിടയ്ക്ക് നെഞ്ചുവേദനയൊക്കെ വന്നിട്ട്. ഓ, ജോണിക്കുട്ടി ചായനോ? പുള്ളിക്ക് നെഞ്ചുവേദനയൊന്നും അല്ലായിരുന്നേ. പുള്ളി സഭായത്തിന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഗ്യാസ് കയറിയതാ. പുള്ളിയും പേടിച്ചു, എല്ലാവരെയും പേടിപ്പിച്ചു. ആംബുലൻസ് ഒക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുള്ളിയൊക്കെ ആയിരുന്നു മോളെ, പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. പാവം ജോണിക്കുട്ടി ചായ ആയതുകൊണ്ട് ഇഡലിയെ കഴിച്ചുള്ളൂ. ഇവിടെ പലരും മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ടാ രാവിലെ ചർച്ചിൽ പോകുന്നത്. എന്റെ പൊന്നച്ച, ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് ചർച്ചിൽ പോകുമ്പോഴേലും ഫാസ്റ്റിംഗിൽ പോണെന്ന്. എടി, അത് പിന്നെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതല്ലേ, ഗുളിയൊക്കെ കഴിക്കണ്ടേ? ആ, ഇതൊക്കെ തന്നെ എല്ലാരും പറയുന്നത്. അച്ഛന്റെ ഫോണല്ലേ അടിക്കുന്നത്? അത് ശരിയാണല്ലോ. ഇന്നാണല്ലോ അവറാച്ചാനും കുടുംബവും വരുമെന്ന് പറഞ്ഞത്. ഞാൻ അവരെ ഒന്ന് വിളിക്കാം. ഓ, എനിക്ക് കിച്ചണിൽ അങ്ങ് പണി അപ്പടി ബാക്കിയാ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. മോളെ, നീ ഇവിടെ ഒന്ന് കൂട്ടിട്ടേ റെഡി. ശരി അമ്മച്ചി. മോളെ, എന്നുണ്ട് വിശേഷമൊക്കെ? എല്ലാരും ഒക്കെ എന്ത് ചെയ്യും? എല്ലാവരും ഇവിടെ ഉണ്ട്. ഡ്രസ്സിലോടായിരിക്കും. ആ, സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നായിട്ട് ഞാനിപ്പോ അവരെ വിളിക്കാം. ഓക്കെ മോനെ, ഓക്കെ. ദേ അപ്പച്ചാ, അവരിങ്ങ് എത്തി. സഹോദരി, ഇരുന്നാട്ടെ. സൂസമ്മേ, കുടിക്കാൻ വെള്ളം എടുത്തോ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നോ? യാത്രയുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പോഴത്തെ പിള്ളേരുടെ വാഹനോടിയിലല്ലേ എന്തൊരു സ്പീഡാ. ഇവിടം വരെ ഇപ്പോഴേലും എത്താൻ പറ്റിയത് നന്നായി.
അത് ശരിയാ. ആന്റെ മോൻ വണ്ടിയും കൊണ്ട് പോകുമ്പോ എന്റെ നെഞ്ചിൽ തീയാ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം ഒന്നും പറയണ്ട. പിന്നെ സൂസമ്മേ, വെള്ളം ആയില്ലേ? ആ, എന്നാ പറയുന്നത് സുസമയ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ട് ഇങ്ങനെ പോകുന്ന ചായ. പിള്ളേരൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? എന്തുകൊണ്ട് സൂസി വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നില്ല ലീലാമേ. പിന്നെ സൂസി, ഞാനൊരു കാര്യം പറയട്ടെ. നീ അറിഞ്ഞായിരുന്നോ? എന്നെ ജാൻസി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ജാൻസി? ആ അർജന്റീനയിലെയോ? അർജന്റീനയിലെ ജാൻസി എന്നോട് പറയാണ് ഏതോ ഒരു മേസി കപ്പ് കട്ടോണ്ട് പോയെന്ന്. ഈ മലയാളികളുടെ ഒരു കാര്യമേ, അർജന്റീന വരെ പോയിരിക്കുന്നു. മലയാളികളുടെ ഒരു വില കളയാനാണ്. എന്റെ ലീലാമേ, ലോകവിലും ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കെ. മെസ്സി അല്ലടി, മെസ്സി ഫുട്ബോൾ കളിക്കാരൻ. അവർ കളി ജയിച്ച് കപ്പുമായിട്ട് കൊണ്ടുപോയ കാര്യമാ. ഒരു തൊഴിൽ ലോകവിലും ഇല്ല ഈ പെണ്ണിനൊന്ന്. അല്ല, മിണ്ടാതിരിക്കുവോ? ഇത് തന്നെയാ ഞാനും പറഞ്ഞു. ഇവിടെ ഒരു സൂസമ്മയുണ്ട്, ഒരു തൊള്ളി വിവരമില്ല. ഇങ്ങനെയൊന്നും പറയില്ല, ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓ, നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അങ്ങ് അറിയാവുന്ന നിങ്ങളുടെ ഒരു ഭാവം. എടി പെണ്ണ, ഇത് വേറെ വീടാ. ഇവിടെയെങ്കിലും വിളിച്ച മര്യാദ കാണിക്കുക. ഓ എടി, ഞാൻ അതാ വിചാരിച്ചത്. നിനക്കറിയാമോ, നമ്മുടെ ജോസ്മോനെ ഒന്നും കണ്ടില്ലല്ലോ. നമ്മുടെ പിള്ളേരവിടെ പോയി. അതറിഞ്ഞില്ലേ? ഇന്ന് ജോസ്മോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആന്റോയെയും കൂട്ടി അങ്ങ് പോയല്ലോ. ഓ, അത് ശരിയാണല്ലോ. ഇന്നാണല്ലോ അവര് ബോട്ട് ട്രിപ്പിന് പോകുന്നു വിചാരിച്ചിരിക്കുന്നത്. ബോട്ട് ട്രിപ്പിനോ? നീ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതെങ്ങനെ പണ്ടത്തെ വല്ലതൊക്കെ പറയുമായിരുന്നു. നീയൊക്കെയാ വഷളാക്കുന്നത്. ബോട്ട് ട്രിപ്പിന് പോയെന്നോ? ആ ചെറുക്കൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാ. വന്ന് യാതൊന്നും ഇപ്പോൾ മിണ്ടാതെയായി. കാലം പോയൊരു പോക്കേ. നിങ്ങളിപ്പോ പറഞ്ഞു എനിക്ക് അങ്ങ് ടെൻഷൻ ആവുന്നു. ഞാൻ എനിക്ക് അവനെ പോയി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓ, എന്റെ അഭിപ്രായത്തില് ഈ പിള്ളേര് നമ്മുടെ ചർച്ചിൽ 2-3 പിള്ളേരുമായിട്ട് കൂട്ടുകെട്ട്, അത് കൂടാതെ 2-3 പിള്ളേരുമായിട്ട് കൂട്ടുകെട്ടുണ്ട്. അതിന്റെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അച്ഛായ, ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയേ. അവറാച്ചായനൊന്ന് വിളിച്ചു നോക്കിയേ. ആ, എന്നാ പിന്നെ ഞാനൊന്ന് വിളിക്കാം. ഹലോ ഹലോ, എന്താപ്പാ വിളിക്കുന്നത്? ഹലോ ജോസ്മോനെ, നീ എവിടെയാ? ഞാനല്ലേ പറഞ്ഞിട്ട് വന്നത് ഞങ്ങള് ബോട്ട് ട്രിപ്പിന് പോവുകയാണെന്ന്. ഞാൻ ആന്റോയുടെ കൂടെ ഉണ്ട്. ആന്റോ ഉണ്ടോ കൂടെ? എന്നാ ആ, പിന്നെ ആന്റോ എന്റെ കൂടെ ഉണ്ട്. ആ ചെറുക്കൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ഫോൺ കട്ട് ചെയ്തോ? എന്നാലും അവര് ഫോൺ എടുത്തല്ലോ, കുഴപ്പമില്ല. ഓ, സമയം 7 മണിയായല്ലോ. ആ പിള്ളേരെ ഒന്നും നമ്മള് കണ്ടില്ലല്ലോ. എന്തോ പറയാനാ? അവരിഞ്ഞ് വരുമെന്നേ. നമുക്ക് ഭക്ഷണം കഴിക്കാം. ടെൻഷൻ അടിക്കാതിരി, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. വാ. സമയം 7 മണിയായല്ലോ. പിള്ളേരെ കണ്ടില്ലല്ലോ. എനിക്ക് ആകെ ഒന്ന് പേടിയാവുന്നു സൂസി. എന്റെ ലീലാമ്മ, എനിക്ക് വല്ലാതെ ഒരു പേടിയാകുന്നു. എന്നാൽ ഇവർ എന്തിനാ ഇന്ന് പോയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ശരിയാ, എനിക്ക് വിളിക്കണമെന്നാ തോന്നുന്നത്. പക്ഷെ ആ പിള്ളേരെങ്ങാനും ഫോൺ എടുക്കാതിരുന്നാലോ, അവര് ഫോൺ സ്വിച്ച് ഓഫ് എങ്ങാനും ആയിട്ടിരുന്നാലോ? അതാണ്ടാ ഞാൻ വേണ്ടെന്ന് പറയുന്നത്. എനിക്കും അങ്ങനെ പേടിയാകുന്നു എന്റെ ലീലാമ്മ. എന്ത് പറയാനാ, ഈ കാറ്റ് മഴയുള്ള സമയത്ത് തന്നെ ഇവർക്ക് പോകണമായിരുന്നോ? അവരെത്തിയെന്ന് തോന്നുന്നു. ഞാൻ പാസ്റ്റോ, പ്രൈസ് ലോർഡ് പാസ്റ്റർ. സുഖമായിട്ടിരിക്കുന്നു പാസ്റ്റർ. ഇരുന്നാട്ടെ. ലീലാമ്മ ഉണ്ടല്ലോ ഇവിടെ. എന്തൊരു വിശേഷം? രണ്ടുപേരും കൂടി ഭയങ്കര വിശല വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചായ എന്തുണ്ട് വിശേഷം? സന്തോഷമായിട്ടിരിക്കുന്നു. അച്ചായ, അതേ പാസ്റ്റർ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വായേ. ചായ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, ദൈവകൃപയാൽ. രാവിലെ വിളിച്ചപ്പോൾ പാസ്റ്റർ തിരക്കാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇങ്ങോട്ട് വരാൻ പ്ലാനൊന്നും ഇല്ലായിരുന്ന ചായ. പിന്നെ എന്ത് പറ്റി പാസ്റ്റർ? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നമ്മുടെ പിള്ളേരെന്തിയെ? അവരിവിടെ പോയി. നമ്മുടെ ആന്റോമോനും ജോസ്മോനും അവരെ ഒന്ന് കാണാനും അവരോട് കുറച്ചു നേരം സംസാരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരെവിടെ പോയി? അവരെ ഒന്ന് വിളിച്ചേ. പാസ്റ്റർ, അവരില്ല ഇവിടെ. അവരും
ആന്റോമോനും പിന്നെ വേറെ കുറെ ഫ്രണ്ട്സും ഒക്കെ കൂട്ടിക്കൊണ്ട് എന്താണ്ട് ബോട്ട് ട്രിപ്പിന് പോയെന്നൊക്കെ ഇവള് പറയുന്നത് കേട്ടു. അതെന്താ അവര് പോയത്? ഞാൻ 2 ദിവസമായി ഉപവാസത്തിലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയുണ്ടായി, നമ്മുടെ ജോസ്മോനും ആന്റോമോനും എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്. അതാണ് ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതും അവരെ ഒന്ന് കണ്ട് സംസാരിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, അത് പാടില്ലല്ലോ. എന്റെ ദൈവമേ, ഞാൻ ലീലാമ്മ ഇപ്പൊ പറഞ്ഞ് അങ്ങ് നിർത്തിയതേ ഉള്ളൂ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് ബോട്ട് ട്രിപ്പിനൊന്നും അവരെ വിടണ്ട, നമുക്ക് അവരെ ഇങ്ങ് തിരിച്ചു വിളിക്കാം. നിങ്ങളൊന്ന് വിളിച്ചേ. എന്റെ കൈയും കാലും വിറച്ചിട്ട് വയ്യ. അവറാച്ചാനൊന്ന് വിളിച്ചു നോക്കേ. ഹലോ പപ്പ, എന്തിനാ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? എടാ ജോസ്മോനെ, നീ എന്തിയാ? ഞാൻ ആന്റോയുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോയി ടിക്കറ്റ് എടുത്തിരിക്കുവാ. കയറാൻ തുടങ്ങുവാ. ബോട്ടിൽ കയറിയിട്ടില്ലല്ലോ അല്ലേ? ടിക്കറ്റ് എടുത്തല്ലേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വാ കേട്ടോ. നിന്റെ അമ്മയും ഈ ആന്റിയും പാസ്റ്ററും എല്ലാം കൂടെ നിങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുക. ഈ കാലാവസ്ഥ നിങ്ങൾ പോകാതെ എത്രയും പെട്ടെന്ന് വരണം കേട്ടോ. ഹാഫ് ആൻ അവർ ടൈമിൽ തരുവാ. അതിനോടകം വീട്ടിലെത്തിയിരിക്കണം. ഓക്കെ. കേൾക്കത്തില്ല. എന്തായാലും പാസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അകത്തിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കായിരുന്നെങ്കിൽ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, അവർ വരുന്നതും വരെ നമുക്ക് അകത്ത് പോയിരുന്നു പ്രാർത്ഥിക്കാം. ചേച്ചി, അപ്പച്ചനും അമ്മച്ചും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണോ? ആ അതേടി, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരാശനങ്ങളും ആന്റിയും വന്നിട്ടുണ്ട്, കൂടെ പാസ്റ്ററും വന്നിട്ടുണ്ടോ? അതെന്നാ കാര്യം? എന്തെങ്കിലും വിശേഷമുണ്ടോ? എനിക്കറിയത്തില്ല. ഞാൻ അവർ വന്നപ്പം ഫോൺ കോളിലായിരുന്നു. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ആന്റോയും ജോസ്മോനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവരിനിയും വന്നിട്ടില്ല? അവരെത്തിയിട്ടില്ല. ഓ, ഞങ്ങളിനി വന്നു. ഇവിടെ ആർക്കാണോ ഞങ്ങളെ കാണാൻ ഇത്ര വലിയ ധൃതി? ഞങ്ങൾക്ക് തന്നെ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? നിങ്ങളെ ഈ അച്ഛനപേക്ഷിച്ച് എത്ര നേരമായിട്ട് കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ ഈ തറുതലയെ പറിച്ചിലും അനുസരണയില്ലായ്മയൊക്കെ കാരണം അവരെന്തോരെ കിടന്ന് വിഷമിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാവോ? ഓ, പ്രാർത്ഥിക്കാനായിരിക്കും. നിങ്ങളുടെ കൂടെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ. ആവശ്യത്തിലധികം ഇവിടെ ഉപദേശിക്കാൻ ആൾക്കാരുണ്ട്, അത് മതി ഞങ്ങൾക്ക്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോ ചേച്ചിമാരെ. അങ്ങനെ പറഞ്ഞാ മതി. പണ്ടൊക്കെ എന്ത് സന്തോഷത്തിൽ ജീവിച്ച കുടുംബമായിരുന്നു നമ്മുടെ. ഇപ്പൊ അത് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും ഇല്ല കുടുംബത്തില്. നിങ്ങളാണെങ്കിൽ പേരൻസിനെ ബഹുമാനിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ആകെ വിട്ടുപോയി. തുടങ്ങി ഉപദേശം. ഇന്ന് രാവിലെ എന്തെല്ലാം നാടകം കാണിച്ചിട്ടാണ് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? മതി ഉപദേശിച്ചത്. അതെ, ഇത് കേട്ട് മടുത്തു. ജോസ്മോൻ അവന്റെ കൂടെ കൂടി ഇങ്ങനെ ആയല്ലോ. ഓ, ഞങ്ങളുടെ വഴിക്ക് വിടും. നിങ്ങളെല്ലാരും നന്നാകും. ഓ, അതാരാണ് ആ ഫോൺ അടിക്കുന്നത്? പിന്നെ ഞാൻ എടുക്കാം, ഇവരുടെ ശല്യം കാരണം. നിന്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോഴേ തോന്നി രണ്ടുപേരും വന്നെന്ന്. എന്താണ് ഇത്രയും സമയം താമസിച്ചത്? ഞങ്ങളിപ്പോ ഇവിടെ എത്തിയില്ലേ, ഇനി എന്തുവാ? പിന്നെ നിങ്ങളുടെ കൂടിയുള്ള പിള്ളേരൊക്കെ എന്തിയെ? അവര് ബോട്ട് ട്രിപ്പിന് പോയോ? അവര് പോകാതെ നിങ്ങളെ പോലാണോ? അവരുടെ പേരൻസ് അവരെ ലൈഫ് എൻജോയ് ചെയ്യാനൊക്കെ വിടും. നിങ്ങളെ പോലൊന്നും അല്ല. എടാ, നിങ്ങളെയൊക്കെ വിളിച്ചാൽ നിങ്ങൾക്ക് അന്നേരം വന്നുകൂടെ? എത്ര നേരം? അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട്. എന്റെ ജോസ്മോനെ, നിങ്ങളോടൊക്കെ ലൈഫ് എൻജോയ് ചെയ്യണ്ടെന്നോ സന്തോഷിക്കണ്ടെന്നോ വല്ലതും ആണോ പറയുന്നത്? അപ്പനും അമ്മയും പറയുന്നത് അത് അനുസരിക്കണം. പേരൻസിനെ അനുസരിക്കാൻ നിങ്ങൾ പഠിക്കാതെയോ? അത് ഈ കാലാവസ്ഥ നിങ്ങൾ പോകണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഓ, സാരമില്ല ചായ, അവരിങ്ങ് എത്തിയില്ല. ഇനി അവരെ വഴക്കൊന്നും പറയണ്ട. മക്കളെ, നിങ്ങൾ എന്താ മാതാപിതാക്കൾ വിളിച്ച പാടെ ഇങ്ങ് പോരണ്ടായോ? നിങ്ങൾ എന്തിനായി അപകടം പിടിച്ച സാഹചര്യത്തിൽ ബോട്ടിങ്ങിനൊക്കെ പോയത്? എന്തെല്ലാം പ്രശ്നങ്ങളാ, മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, ഇതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ഈ ബോട്ടിങ്ങിന് പോയത്? പാസ്റ്റർ എന്താ പാസ്റ്റർ പറയുന്നത്? ഈ പ്രായത്തിൽ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരെല്ലാം പോയി, അതറിയാമോ പാസ്റ്ററിന്? ഇതൊക്കെ ന്യൂ ജനറേഷനാ. നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ജനറേഷനുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമൊന്നുമില്ല. ഞങ്ങളുടെ വഴിക്ക് വിടും. എന്തോടെ മക്കളെ, നിങ്ങൾ പാസ്റ്ററിനോടാണോ ഇങ്ങനെ എതിർ പറയുന്നത്? ഓ, എന്റെ മക്കളെ, നിങ്ങളെ TV ഒന്ന് വെച്ചാൽ ഞാൻ എന്തായി കേൾക്കുന്നേ? കർത്താവേ, എന്തൊക്കെയായി കേൾക്കുന്നേ? ആ TV ഒന്ന് വെച്ചാട്ടെ. എന്ത് പറ്റിയ ചായ? എന്ത് പറ്റിയ? നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അക്സാനന്ദ.
ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ നിന്നും മന്തി കഴിച്ച 78 പേര് ഹോസ്പിറ്റലിൽ. ഹോട്ടൽ ഉടമയെയും അതിലെ 14 ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ഈ വർഷത്തെ കാലവർഷം വളരെ മോശമായിരിക്കുമെന്ന് കാലാവസ്ഥ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത, വിനോദസഞ്ചാരത്തിനായി കുട്ടനാട്ടിൽ ബോട്ട് ട്രിപ്പിനായി പോയ ഒരു ബോട്ട് മറിഞ്ഞുവെന്നറിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ റിപ്പോർട്ടർ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് അവിടെ നിന്നും കേൾക്കാം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം അക്സ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാലോ. അവിടുത്തെ വിവരങ്ങൾ കൂടുതലായി ഒന്ന് വിവരിക്കാമോ? അതെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലെ വേമ്പനാട്ട് കായലിനടുത്തുള്ള മാമ്പഴഗിരിയിലാണ്. ഒരു വിനോദസഞ്ചാരത്തിന് പോയ ബോട്ട് മറിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ 9 പേർ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ 2 പേർ ടിക്കറ്റ് എന്തോ പ്രത്യേക കാരണങ്ങളാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയപ്പെടാൻ സാധിക്കുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും നല്ലവരായ നാട്ടുകാരും സംഭവ സ്ഥലത്തുണ്ട്. അതെ, പുതിയ വിവരങ്ങൾ വരുന്നു. 3 പേരുടെ അവസ്ഥ ഗുരുതരമായി അടുത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേർ. അടുത്തതായി 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയപ്പെടാൻ സാധിക്കുന്നു. 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ബോട്ട് അപകടത്തിൽ. അതെ, 2 പേർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. നമ്മുടെ പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ നല്ലവരായ നാട്ടുകാരും ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ശക്തമായ കാറ്റും മഴയുമാണ് അപകട കാരണമെന്നാണ് അറിയാത്തത്. വരുന്നുണ്ടോ? ശക്തമായ ആ കാറ്റും മഴയുമാണ് അപകടത്തിന് കാരണമെന്നാണ് സംഭവിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ ടോണിക്കൊപ്പം പ്രശാന്ത് രഘുവംശം, ഫോക്സ് ഓൺ ന്യൂസ്. എന്റെ ദൈവമേ, ജോസ്മോനെ, നിങ്ങൾ പോകാനിരുന്ന ആ ബോട്ടല്ലേ അത്? നിങ്ങൾ അപകടം വന്ന പിള്ളേരെ അവരെല്ലാരും കൂടെ ആ ബോട്ടിനകത്തല്ലായിരുന്നോ? എനിക്ക് വയ്യ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ കാറിനാണ് വന്നത്, എന്റെ കാറിന് തന്നെ നമ്മൾക്ക് പോകാം. വാ ചായ, നമ്മൾക്ക് പോയിട്ട് വരാം. എടാ, നിങ്ങൾ വരുന്നുണ്ടോ? അത് ഇവിടെ തന്നെ നിൽക്കുവാണോ? സഹോദരിമാരെന്നാ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. നമുക്ക് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കാം. ശരിയാ, നമുക്ക് ഇതിന് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം, ആപത്തും വരാതെ വേണം കർത്താവേ. കുഞ്ഞുങ്ങൾ തിരിച്ചു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം ഇത്രയും ആയല്ലോ, എന്നിട്ട് പോയവരൊന്നും തിരിച്ചു വന്നില്ലല്ലോ ഇതുവരെ. ശരിയാണല്ലേ, ഈ പിള്ളേരൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് ആകെ മനസ്സിലാകെ ഭാരമാവുന്നു സൂസി. അവരിപ്പോ വരുമായിരിക്കും. കർത്താവേ, സ്തോത്രം. എന്റെ സൂസമ്മേ, ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ. എടി, ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച, എത്രയോ പേരൻസ് ആ കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുന്നത്. എടി, ഇവന്റെ ഫ്രണ്ട്സ്, നമ്മുടെ റേഷൻ കട വർക്കിച്ചന്റെ മോനില്ലേ, മരിച്ചു പോയതിൽ ഒരു കൊച്ചനാ. കർത്താവെ, അവരുടെ കണ്ണുനീര് കണ്ടാല് ഒരു നിമിഷം കർത്താവ് ഭാഷയിലൂടെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കർത്താവെ, നമ്മൾ ആ പേരൻസിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതായിരുന്നു. സൂസമ്മേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എന്റെ അച്ചായ, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാ. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് കാത്ത് സംരക്ഷിച്ചല്ലോ. പാസ്റ്റർ മുഖാന്തരം ദൈവം ഇടപെട്ടല്ലോ. ഇത്ര നല്ല ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. ഇതാ അച്ചായ, നമ്മുടെ പ്രാർത്ഥനയും കണ്ണീരും ഒന്നും വെറുതെ ആവത്തില്ല. പപ്പായും മമ്മിയും എന്നോട് ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കുക. ഞാനിനി നല്ലൊരു മകനായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുക. എനിക്ക് ഒരുപാട് തെറ്റിപ്പറ്റിപ്പോയി. ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി. സാരമില്ല മക്കളെ. പപ്പായും മമ്മി എന്നോടും ക്ഷമിക്കുക. സോറി, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ മേലാൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. സാരമില്ല മോനെ. നിങ്ങൾ ദൈവത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നല്ലോ, ഞങ്ങൾക്ക് അത് മാത്രം മതി. പാസ്റ്ററും ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുപറ്റിപ്പോയി. ഞങ്ങളുടെ ഈ യുവതലമുറയിൽ കാണിക്കാവുന്ന എല്ലാ കൊലപാതകങ്ങളും ഞങ്ങൾ കാണിച്ചു. ഞങ്ങളോട് ക്ഷമിക്കുക പാസ്റ്ററെ. സാരമില്ല മക്കളെ,
നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ദൈവം നിങ്ങളെ എന്തുമാത്രം കരുതുന്നുവെന്ന്. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നല്ലോ, നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകുകയില്ല, നിന്റെ ദൈവമായ ഇസ്രായേൽ പരിശുദ്ധനായ ദൈവം ഞാൻ താങ്ങുന്നു. നിങ്ങളെ വിശ്വാസപ്രകാരം സ്നാനമേറ്റ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ കർത്താവിൽ നിന്ന് എന്തുമാത്രം അകന്നു പോയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ മാതാപിതാക്കളെ എന്തുമാത്രം വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്കറിയാമോ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവത്തോടുള്ള അവരുടെ സമർപ്പണവും മാത്രമാണ് നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരം ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കർത്താവിന്മേൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. കർത്താവേ, ഞാനെന്ന് ഈ പാപിയോട് ക്ഷമിക്കണമേ. എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റ് പറ്റിപ്പോയി. ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പോലും ഞാൻ മറന്നുപോയി. കർത്താവേ, നിന്റെ മകനായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ പേരൻസിനെ റെസ്പെക്ട് ചെയ്ത് ലിസൺ ചെയ്യുന്ന ഒരു കുഞ്ഞായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ അങ്ങേക്ക് പ്രോമിസ് തരുന്നു. കർത്താവേ, ഞാൻ അവരുടെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെയും ക്ഷമിക്കണം. ക്ഷമിച്ച നല്ല കുട്ടിയായി ഞാൻ ജീവിച്ചോളാം. മറ്റുള്ളവരെ അനുസരിക്കുവാൻ ബഹുമാനിക്കാനും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്തോഷമായി മക്കളെ, ദൈവഭയമുള്ള മക്കളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഞാനും സൂസമ്മയും രാവിലെ പറഞ്ഞതേ ഉള്ളൂ പാസ്റ്ററെ, നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയൊന്നും വൃഥാവാകത്തില്ല. നമുക്ക് നമ്മുടെ ദൈവഭയമൊക്കെ മക്കളെ തിരിച്ചു കിട്ടി. കർത്താവ് നമുക്ക് തന്ന ഈ സന്തോഷം നമ്മൾക്ക് സന്തോഷിക്കാം. കർത്താവ് തന്ന സന്തോഷം, അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആരാധിക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും സ്നേഹത്തിലും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാണ് സ്നേഹത്തിലും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഈ പരിപാടിയിലൂടെ കണ്ടതുപോലെ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി പോകില്ല. നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും നമുക്ക് സമയനഷ്ടമായി തീരത്തില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യുവതലമുറയെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ ഏത് നിമിഷവും റെസ്പെക്ട് ചെയ്ത് അവർ പറയുന്നത് ലിസൺ ചെയ്ത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ശുഭമാക്കട്ടെ. അതിനായി ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ സ്കിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. Praise the Lord. That was a beautiful skit, wasn't it? And the Sarah's mission sisters never cease to amaze us. ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷൻ, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഈ സ്കിറ്റിലും പ്രോഗ്രാമിലും എല്ലാം ഈ കുഞ്ഞുങ്ങളും ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാം കാണിക്കുന്ന പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ്, ദൈവത്തോടുകൂടെ എത്രയും അടുത്ത് നടക്കാവുന്ന അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ. തുടർന്നും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സ്കിറ്റൊക്കെയും ചെയ്യാൻ ദൈവം അവരെ സഹായിക്കട്ടെ.